ഡോക്ടറിൽ നിന്നും നന്ദനയുടെ അവസ്ഥയെക്കുറിച്ച് അറിയുന്ന വിദ്യാഭാരതി കോവിലകത്തെത്തുന്നു. തന്നെ പൂട്ടിയിട്ടതിൽ കോപാകുലനാകുന്ന പ്രതാപവർമ്മ വിദ്യാഭാരതിയെ തല്ലുന്നു. ബോധം തെളിയുന്ന നന്ദന സേതുലക്ഷ്മിയെ കാണുന്നു. ഭാസ്കരക്കുറുപ്പിനെ ചോദ്യം ചെയ്യുന്ന പ്രതാപവർമ്മ. നന്ദനയുടെ പേരിൽ കലഹിക്കുന്ന പ്രതാപവർമ്മയും വിദ്യാഭാരതിയും. ഇനി തുടർന്ന് കാണുക. കുടിക്ക. ചൂട് കൂടുതലാണ്. അല്ല, കുടിച്ചു. മതി. കുടിച്ചില്ലല്ലോ, ഇതോടെ കുടിക്ക. മതി കുഞ്ഞമ്മേ, വേണ്ടാഞ്ഞിട്ടാ. എങ്കിൽ കുറച്ച് കഴിയട്ടെ. റൂമിലേക്ക് മാറ്റുമ്പോ ഡോക്ടറോട് ചോദിച്ചിട്ട് ദേഹം തുടയ്ക്കാം. ഇപ്പൊ വേദനയുണ്ടോ മോക്ക്? ശരീരം അനങ്ങുമ്പോ നോവുന്നുണ്ട്. വലിയ മുറിവായിരുന്നില്ലേ? 2-3 ദിവസം കൊണ്ടേ മാറൂ. ഞാൻ എങ്ങനെയാ കുഞ്ഞമ്മ ഇവിടെ എത്തിയത്? അപ്പൊ അതൊന്നും ഓർക്കുന്നില്ലേ? ഇല്ല. ഉണങ്ങാനിട്ട് തുണി എടുത്തോണ്ടിരുന്നപ്പോ മുഖത്തെന്തോ മൂടിയതും വയറിന്റെ ഈ ഭാഗത്തെന്തോ കൊണ്ടതും മാത്രം അറിയാം. വേദന തുടങ്ങിയ പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇരുട്ടുള്ള ഗുഹയിലൂടെ മുന്നോട്ട് ഒഴുകുന്ന പോലെ എപ്പോഴോ തോന്നി. പക്ഷെ ഒന്നും വ്യക്തമല്ല. ഹോസ്പിറ്റലിലെത്താൻ കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ പ്രശ്നമായേനെ. അതൊന്നും ഓർക്കാൻ കൂടി വയ്യ. കുഞ്ഞമ്മ എപ്പോഴാ എന്നെ ആശുപത്രി കൊണ്ടുവന്നത്? മോളെ ഇവിടെ കൊണ്ടുവന്നത് ഞാനല്ല. ഒരുപക്ഷെ അതറിയുമ്പോ നീ വിശ്വസിച്ചൊന്നും വരില്ല. അതെന്താ? വിദ്യയെ നിന്നെ ഇവിടെ എത്തിച്ചത്. അതെ, നിന്റെ അമ്മ. അതിന്റെ പേരിൽ വലിയ പ്രശ്നമായിരുന്നു വീട്ടിൽ. കുത്തുകൊണ്ട് കിടന്ന നിന്നെ ആദ്യം കണ്ടതും താങ്ങിയെടുത്തതും ചേച്ചിയാ. ആശുപത്രി കൊണ്ടുപോകാൻ ആരും തയ്യാറായില്ല. ആരും എന്ന് വെച്ചാ പ്രതാപേട്ടനും മക്കളും. അവസാനം തടസ്സം പിടിച്ച ചേട്ടനെ മുറിയിൽ പൂട്ടിയിട്ടു ചേച്ചി. എന്നിട്ട് നിന്നെയും കാറിൽ കയറ്റി സ്വയം ഡ്രൈവ് ചെയ്ത് മോളെ ഇവിടെ കൊണ്ടുവന്നത് നിന്റെ അമ്മയാ. അതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എന്താ ആലോചിക്കുന്നത്? വേണ്ടായിരുന്നു, മരിച്ചാ മതിയായിരുന്നു എനിക്ക്. നന്ദനെ, അങ്ങനെയൊന്നും സംസാരിക്കരുത്. സഹതാപം കൊണ്ട് ഒരു സഹായം ചെയ്തതല്ല വിദ്യേച്ചി. മറിച്ച് അവരിലെ അമ്മയ്ക്ക് ഇത്രയും ചെയ്യാതിരിക്കാനാവില്ല. നിനക്കറിയോ, ഒരു 5 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും ചേച്ചി കാറെടുത്തിട്ട്. ഡ്രൈവ് ചെയ്യാൻ ധൈര്യമില്ല. ആ ചേച്ചി എല്ലാം മറന്നിട്ട് വണ്ടി ഓടിച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മരണത്തിന് മുമ്പിൽ പിടയുന്ന സ്വന്തം മോളെ മാത്രമേ അപ്പൊ അവർ ഓർത്തുള്ളൂ. ആ ജീവനെക്കുറിച്ച് മാത്രമേ അവരിപ്പോ ചിന്തിച്ചുള്ളൂ. അതൊരമ്മയുടെ മാത്രം നെഞ്ചിലെ പിടച്ചില്ല. സ്വയം എത്ര മാറി നിന്നാലും സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനൊരു ആപത്ത് വരുമ്പോ ഒരു സ്ത്രീക്കും അത് കണ്ടു നിൽക്കാനാവില്ല. മോൾ അതിനെ നിസ്സാരമായി കാണരുത്. അങ്ങനെ കണ്ടാൽ അതിനർത്ഥം നന്ദനെ ആ മാതൃത്വത്തെ തള്ളി പറയുന്നു എന്നാണ്. അതല്ല നന്ദനയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഭർത്താവിൽ നിന്ന് വിദ്യേച്ചിക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. ആൺമക്കളും അവരെ ഒറ്റപ്പെടുത്തും. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ചേച്ചി ഇത്രയും ചെയ്തത്. അത് മോള് മനസ്സിലാക്കണം, തിരിച്ചറിയണം.
ഭാസ്കര, ഓ, ഞാൻ ഈ പൊടിയൊക്കെ ഒന്ന് അടിച്ചു കളയായിരുന്നു. നന്ദനമോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ എല്ലാത്തിനും ഒരു വൃത്തിയും വെടിപ്പും ഉണ്ടായിരുന്നു. ആശുപത്രിയിലൊന്ന് പോയാലെന്ന് വിചാരിക്കുക. എനിക്ക് കുട്ടിയൊന്ന് കാണണം ഭാസ്കര. മുമ്പേ വിളിച്ചപ്പോ വിശേഷമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ സേതുലക്ഷ്മി അവിടെ ഉണ്ടല്ലോ. എന്നാൽ എനിക്ക് അവളെ ഒന്ന് കാണണം. ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. ഭാസ്കരനും കൂടി വാ. ഞാൻ റെഡി. ഞാനും വരുന്നുണ്ടമ്മേ. എനിക്കും കാണണം നന്ദനെ. എന്നാ പിന്നെ ഒരുങ്ങ്. ഒന്ന് വേഗത്തിലായിക്കോട്ടെ. സേതുലക്ഷ്മി ആണെന്ന് തോന്നുന്നു. നീ ഇങ്ങ് പോന്നോ സേതു? അപ്പൊ ആശുപത്രിയിൽ ആരാ? നന്ദനയുടെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പൊ നേഴ്സുമാര് മതിയമ്മേ. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു. എന്നാലും മോൾ അവിടെ ഒറ്റയ്ക്ക്. ഇപ്പൊ നന്ദനയ്ക്ക് പേടിക്കത്തക്കതായി ഒന്നുമില്ല. ICUവിൽ തന്നെയാണോ സേതു? ആ, ഞാൻ കയറി കണ്ടിട്ട് വരിക. ക്ഷീണമുണ്ട്. രക്തം കുറച്ചു വല്ലതുമാണോ പോയത്? എന്നിട്ട് നന്ദന എന്താ പറഞ്ഞത്? വിദ്യേച്ചിയെ രക്ഷിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അവൾ അറിഞ്ഞത്. ആദ്യം വിശ്വസിച്ചില്ല. നല്ല വിഷമമുണ്ട് നന്ദനയ്ക്ക്. ആഹാരം കൊടുക്കുന്ന കാര്യം വല്ലതും പറഞ്ഞോ? കട്ടിയുള്ള ഫുഡൊന്നും കൊടുക്കാറായിട്ടില്ല. ഡോക്ടർ പറയട്ടെ. എന്നാലും നല്ല മാറ്റമുണ്ട്. ഇനി പെട്ടെന്ന് നോർമൽ ആവുമേ. ഞങ്ങള് ആശുപത്രിയിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. ഇനി സേതു പോകുമ്പോഴാട്ടെ ഒരുമിച്ചിറങ്ങാം. വിദ്യേച്ചി എവിടെയമ്മേ? മുറി തന്നെയാ. വിളിച്ചപ്പോ ഞാൻ വിവരം പറഞ്ഞില്ലേ? ഇതുവരെ തുറന്നു വിട്ടില്ലേ? ആര് പറയാനാ പ്രതാപവർമ്മയോട്? ഇതുവരെ അയാളുടെ ദേഷ്യം അടങ്ങിയിട്ടില്ല. എന്ന് കരുതി വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഭാര്യയെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിലും ഭർത്താവിന്റെ കാര്യങ്ങൾക്ക് ഒരു മുടക്കമില്ല. ഞാൻ ഈ കഷായം പോലത്തെ ചായ കുടിക്കുന്നതാണോ സേതുലക്ഷ്മിക്ക് പ്രശ്നം? എന്നാ പിന്നെ കുടിക്കണില്ല. അപ്പൊ പ്രശ്നം തീർന്നില്ല സേതുലക്ഷ്മി. പ്രധാനപ്പെട്ട ഒരു മിനിറ്റ്. എനിക്ക് സംസാരിക്കാനുണ്ട്. കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. കേട്ടേ പറ്റൂ. വിദ്യേച്ചിയെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന എന്തിനാ? എനിക്കറിയണം. വിദ്യ സേതുവിനോട് പരാതി പറഞ്ഞോ? അതോ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടോ? ഞാൻ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നേ എന്റെ ഭാര്യയെ. അതെന്റെ സഹോദരിയാ. ഈ കുടുംബത്തിലെ മൂത്ത മകളാ. നിങ്ങൾക്ക് തന്നിഷ്ടം കാണിക്കാനുള്ള ആളല്ല. അപ്പൊ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നർത്ഥം. അതെ, ആളുണ്ട്. എങ്കിൽ എനിക്ക് മറുപടി ഉണ്ട്. ഈ കുടുംബത്തിലെ മൂത്ത മകളായ നിങ്ങളുടെ സഹോദരിക്ക്, അതായത് എന്റെ ഭാര്യ വിദ്യാഭാരതിയുടെ മാനസിക നില ശരിയല്ല. ഷീസ് അബ്നോർമൽ. തെളിച്ചു പറഞ്ഞാലേ അവൾക്ക് വട്ടാണ്, ഭ്രാന്ത്, മുഴു ഭ്രാന്ത്. എങ്കിലത് പകർന്നതായിരിക്കും ഭർത്താവിൽ നിന്ന്. ആണെന്ന് തന്നെ കൂട്ടിക്കോ. നിങ്ങളുടെ ഈ മുടിഞ്ഞ തറവാട്ടിൽ 10 ദിവസം താമസിച്ചാല് ആർക്കാ ഭ്രാന്ത് വരാത്തത്? ഐശ്വര്യ ദേവത ഇങ്ങോട്ട് വിളങ്ങി നിൽക്കല്ലേ. നിങ്ങളുമായി ഒരു തർക്കം നടത്തി സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിദ്യേച്ചി നോർമൽ അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ കാണിക്കണം, ട്രീറ്റ്മെന്റ് കൊടുക്കണം. അല്ലാതെ വീട്ടിനകത്ത് പൂട്ടിയിടുകയല്ല വേണ്ടത്. എന്റെ ഭാര്യയുടെ കാര്യത്തിലേ എനിക്ക് സൗകര്യമുള്ളത് പോലെ ചെയ്യും. പുറത്തുനിന്നുള്ള അഡ്വൈസ് സ്വീകരിക്കാനായി ഞാൻ തൽക്കാലം ഉദ്ദേശിക്കണില്ല. അഡ്വൈസ് വേണമെന്നുള്ളപ്പോഴേ അറിയിക്കാം. അപ്പൊ തന്നാണ്. പ്രതാപേട്ടന് വേണ്ടത് ഉപദേശമല്ല, തിരിച്ചറിവാ. കറുപ്പും വെളുപ്പും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവരം. സേതുലക്ഷ്മിയെ, ഇതേ നിങ്ങളുടെ പാർട്ടിയുടെ കൺവെൻഷൻ അല്ല. ദേ എന്നെ പഠിപ്പിക്കാൻ വരില്ലേ? ഇങ്ങനെ പോയാൽ പ്രതാപേട്ടൻ പലതും പഠിക്കേണ്ടി വരും. ചില പാഠങ്ങൾ ഞാൻ തന്നെ പഠിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് നീ വളർന്നിട്ടില്ല സേതുലക്ഷ്മി. നീയോ? എന്നെ അങ്ങനെ വിളിക്കാൻ നിങ്ങളാരെ? ചേച്ചിയുടെ ഭർത്താവിന് അനിയത്തെ നീയെന്നും എടിയെന്നും ഒക്കെ വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം. ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ചേട്ടന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സമീപനം. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ ലെവലിലേക്ക് വളർന്നിട്ടില്ല പ്രതാപേട്ട. സേതുലക്ഷ്മിയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. സ്വാതന്ത്ര്യത്തോടെ നീയെന്നും സ്നേഹത്തോടെ എടിയെന്ന് വിളിക്കാനും പുറത്ത് ധാരാളം ആളുകളുണ്ടല്ലോ. പിന്നെ എന്തിനാ നമ്മള്? പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ, നിങ്ങളുടെ വൃത്തികെട്ട നാവ് വളച്ച് ഇത്തരം അസംബന്ധങ്ങൾ പറയരുതെന്ന്. പിന്നെ സേതുലക്ഷ്മിക്ക് എന്താ വേണ്ടത്? അത് പറ. വിദ്യേച്ച മുറിനെ തുറന്നു വിടണം. ആലോചിക്കാം.
ആലോചിക്കുന്നൊക്കെ പിന്നീട്. ആദ്യം റൂം തുറക്ക്, ഇപ്പൊ തന്നെ. സൗകര്യം ഇല്ലെങ്കിലോ? സൗകര്യം ഉണ്ടാവണം, ഇല്ലെങ്കിലേ അസൗകര്യം ഉണ്ടാവും നിങ്ങൾക്ക്. ഓ പിന്നെ റൂം തുറക്കില്ല? ഇല്ല. മിസ്റ്റർ പ്രതാപവർമ്മേ, ഉദയന്നൂരെ വിദ്യേച്ചയുടെ അനിയത്തിയല്ല, ഇന്ത്യൻ നാഷണാലിറ്റി പാർട്ടിയുടെ ഡിസ്ട്രിക്ട് പ്രസിഡന്റാ പറയുന്നത്. റൂം തുറന്ന് വിദ്യേച്ചയെ പുറത്തുവിട്. ഇല്ലെങ്കിൽ SP-യുടെ ഫോണിലേക്ക് ഇവിടുന്ന് ഒരു കോള് പോവും. ഭർത്താവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീയെ ഉപദ്രവിച്ചാൽ, ദേഹത്ത് തൊട്ടാൽ പീഡനമാണ് വകുപ്പ്. മുറിയിൽ അടച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മുതൽ 6 വർഷം വരെ ജയിൽവാസം ഉറപ്പാ. മിക്കവാറും കഠിന തടവും. ഞാനുണ്ടാക്കിയ നിയമമല്ല, IPC അങ്ങനെയാ പറയുന്നത്. പവർ കാണിച്ച് പേടിപ്പിക്കാന്നെ. എങ്ങനെ വേണമെങ്കിലും കരുതാം. ഞാൻ എന്തായാലും SP-യെ വിളിക്കാൻ പോവാ. ഒരാളകത്ത് പോകാൻ സ്വയം തീരുമാനിച്ച പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫോൺ പിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, വെറുതെ നമ്മൾ എന്തിനും സീൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാ. തുറന്നു വിട്ടേക്കാം അല്ലേ? എന്താ ചെയ്യാ, തുറന്നു വിടാം. താക്കോല് ലോക്ക് ചെയ്തത് ഞാനല്ല, ആ കൈകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നതാ ഭംഗി. ദേ, ഒരു മര്യാദ കാണിച്ചപ്പോ അധികം അങ്ങോട്ട് ആളാവല്ലേ. ഇറ്റ്സ് ഓക്കെ. പിന്നെ ആരൊക്കെ വിളിക്കും? കട്ട് ചെയ്ത് ആ ഫോൺ എടുത്ത് ഞാൻ വലിച്ചെറിയും. ആ തുറന്നു വിടാം. പ്രതാപേട്ടാ, താങ്ക്സ്. സേതു, ആശുപത്രിയിലെ വിവരം പറ. എങ്ങനെയുണ്ട് എന്റെ കുട്ടിക്ക്? കുഴപ്പമില്ല വിദ്യേച്ചി, നന്ദന സംസാരിച്ചു, അപകടനില കഴിഞ്ഞു. വിദ്യേച്ചിക്ക് കാണണോ മോളെ? കാണണമെങ്കിൽ ഞാൻ കൊണ്ടുപോവാം ഹോസ്പിറ്റലിൽ, ഒരാളും തടയില്ല. സേതു, വിദ്യേച്ചി, ഇതൊരു ടേണിംഗ് പോയിന്റ്. വിദ്യേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ്. എന്തുണ്ടായാലും ഫേസ് ചെയ്യണം. പക്ഷെ സേതു, എന്റെ അശ്വരും ആദിത്യനും അവരെ ചേച്ചിക്ക് നഷ്ടപ്പെടില്ലേ ചേച്ചി? ആവശ്യമില്ലാത്ത ഭയം അത്. അഥവാ ആ ഒരു ഭയത്തിന്റെ പേരിൽ വിദ്യേച്ചി വീണ്ടും നന്ദനെ തള്ളി പറയൂ. അയ്യോ, പറ, തള്ളി പറയൂ. എല്ലാം നേരെയാവും. അതിനാ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. എന്താ അല്ലേ?
ചെയ്യരുത്. ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്? അവളുടെ കാര്യം അറിയാനുള്ള ആകാംക്ഷയാണോ അളിയന്? എങ്കില് നേരിട്ട് പെങ്ങളോട് ചോദിക്കേ. വിദ്യാഭാരതിക്കാണ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയണത്. അനന്തരവളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമോ അവള്? അനന്തരവളോ? ഞാൻ ഇന്നുവരെ അവളെ അനന്തരവളായി കൺസിഡർ ചെയ്തിട്ടില്ല. ഇക്കാര്യത്തിലെ നമ്മൾ ഒരേ ചേരിയില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതാപനോട് ചോദിക്കുന്നത്, ശരിക്കും ആ പെണ്ണെങ്ങനെ ഹോസ്പിറ്റലായത്? എനിക്ക് അറിയില്ല എന്നുള്ളതാ സത്യം. അവളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയണ. ആര്? ആ, തെളിവുകളൊന്നുമില്ല, കണ്ടോരുമില്ല. ശരിക്കൊരു കുത്ത് കിട്ടി. നിങ്ങളുടെ സഹോദരി ഒരുത്തി കാരണ അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കണത്. അതുകൊണ്ടാ എന്റെ അരിശം മുഴുവനും. പെണ്ണിനെ വാരിയെടുത്ത് കാറിലിട്ട് ആശുപത്രി കൊണ്ടുപോയത് അവളാ. അല്ല, പ്രതാപൻ എന്തിനാ അവൾക്ക് പെർമിഷൻ കൊടുത്തത്? പെർമിഷനോ? ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോവും. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അളിയൻ അറിയില്ല. വിദ്യക്കുള്ള സമ്മാനം ഞാൻ വേറെ കരുതിയിട്ടുണ്ട്. അന്നേരം പിന്നെ മൂത്ത ബ്രദറാണ് കണയാ കുണയാന്നൊന്നും പറഞ്ഞ് വന്നേക്കരുത്. ഐ ഡോണ്ട് കെയർ. ഇത് നിങ്ങളുടെ ഫാമിലി മാറ്റർ. എനിക്കറിയേണ്ടത് ഈ മർഡർ അറ്റംപ്റ്റിൽ പ്രതാപന് വല്ല പങ്കുണ്ടോന്ന്. നമ്മളിപ്പോൾ നടത്തുന്നത് തികച്ചും കോൺഫിഡൻഷ്യലായ സംസാരമാണ്. ടെൽ മീ, പ്രതാപന് ഈ കൊലപാതക ശ്രമത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഇല്ല. ആർ യു ഷുവർ? ഇല്ലെന്നേ. അല്ല, ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ പങ്കുചേരാൻ വേണ്ടിയാ ചോദിച്ചത്. ഏതായാലും ഇത്തവണ സംഭവം പാളിപ്പോയി. ഇനിയും പ്രതാപനായിട്ട് അങ്ങനെ വല്ലതും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. കൂടെ ചേരാൻ ഞാനും തയ്യാറാ. ഉദിയന്നൂർ കോവിലകത്തിന് തീരാക്കളങ്കമായി അങ്ങനെ ഒരാൾ വേണ്ട. That's only what I need.